വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വ്രതാനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതത്തിൻ്റെ സ്വഭാവവും ശാസ്ത്രീയ വിധിയുമനുസരിച്ച് അന്നപാനാദികൾ നിയന്ത്രിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം. സൽക്കാര രൂപത്തിലോ ദാനരൂപത്തിലോ യാതൊന്നും സ്വീകരിക്കാതിരിക്കുക. പകലുറക്കം, സ്ത്രീ സഹശയനം, എണ്ണ തേച്ച് കുളി, താമ്പൂല ചർവളം, പുകവലി, മദ്യപാനം, വിനോദങ്ങളിൽ ഏർപ്പെടൽ, അന്യമുതലുകളെ ആഗ്രഹിക്കൽ, ധർമാനുകൂലമല്ലാത്ത വിഷയങ്ങളിൽ വ്യാപരിക്കൽ, ഹിംസ, അസത്യം, ചൂതുകളി എന്നിവയെല്ലാം വ്രതകാലത്ത് ഒഴിവാക്കേണ്ടതാണ്. മനസ്സിൽ സ്വാത്വികഭാവം വളർത്തി അവിടെ ഈശ്വര ചൈതന്യത്തെ ഉണർത്തുന്നതിന് ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുന്നു. സത്യം, ക്ഷമ, ദയ, ദാനം, ശൗചം, ഇന്ദ്രിയ സംയമനം, ഈശ്വരാരാധന എന്നിവ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ആവശ്യം വേണ്ട ഘടകങ്ങളാണ്. പൂർണ്ണമായും ആഹാരം ഒഴിവാക്കുക, ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക എന്നിങ്ങനെ പല രീതിയിലുള്ള ആഹാര നിയന്ത്രണം വ്രത ദിവസം പതിവുണ്ട്. വിശന്നിരിക്കുന്ന ഒരുവന് ആഹാരത്തോടുള്ള ആഗ്രഹമാണ് നിയന്ത്രിക്കാൻ ഏറ്റവും വിഷമകരമായിട്ടുള്ളത്. വ്രതാനുഷ്ഠാനത്തിലൂടെ ആ നിയന്ത്രണശേഷി കൈവരുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് മറ്റ് ഭോഗ്യേച്ഛകളും നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ അയാളുടെ മനസ്സ് സ്വാത്വികവും ഈശ്വരോന്മുഖവുമാകും. ആജ്ഞാൽപികമായ മനസ്സിൽ ഈശ്വരീയമായ സ്വാത്വിക ഗുണം വളർത്തുക എന്നതാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം. അതിനാണ് സ്വാത്വിക ഗുണമുള്ള ലഘുഭക്ഷണം വ്രതദിനത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നത്. അമിതമായ ധാന്യാഹാരം, പഴകിയതും ദുർഗന്ധമുള്ളതുമായ ആഹാരം തുടങ്ങിയവ താമസികമാണ്. ഇവ ഒരാളുടെ മനസ്സിൻ്റെ സ്വാത്വിക ഭാവം വളർത്തുന്നു. മദ്യം, മാംസം, എരിവും പുളിയും അധികമായ ആഹാരങ്ങൾ എന്നിവ രാജസികമാണ്. ഇവയുടെ അമിതമായ ഉപയോഗം ഒരാളെ അനിയന്ത്രിതമായ വൈകാരിക ശീലങ്ങൾക്ക് അടിമയാക്കുന്നു. ഇത്തരം ഭക്ഷണം ഒഴിവാക്കാൻ കഴിയാത്തവണ്ണം ശീലമാക്കിയവർ ഇടയ്ക്കിടെ അവയിൽ നിന്നും മോചനം നേടി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ആ ദിവസങ്ങളിലെങ്കിലും സ്വാത്വികമായ ആഹാരരീതി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, അണ്ടിപ്പരിപ്പുകൾ തുടങ്ങിയവ സാത്വികാഹാരങ്ങളുടെ ഗുണത്തിൽപ്പെടുന്നു. പരിപ്പ്, സാമ്പാർ, രസം, പുളിശ്ശേരി, മോര് എന്നിവയൊക്കെ ഒഴിച്ച് ഒരു നേരമാണെങ്കിലും വയറ് നിറയെ ചോറുണ്ണുമ്പോൾ അത് വ്രതവിരുദ്ധമായ ഭക്ഷണം തന്നെയാകുന്നു. വ്രതാനുഷ്ഠാനങ്ങളിൽ ഒരു നേരം മാത്രം അരിയാഹാരം എന്ന് വിധിച്ചിട്ടുള്ളതിൻ്റെ കാരണം ഇതാണ്. വ്രത നിയമങ്ങളെല്ലാം കർശനമായി പാലിച്ചാലും വിശ്വാസപൂർവമുള്ള ഈശ്വരവചനമില്ലെങ്കിൽ ആ വ്രതാനുഷ്ഠാനം വൃഥാവിലാകുന്നു. നാമജപം, കീർത്തനപാരായണം, പുരാണപാരായണം, ശ്രവണം, സത്സംഗമം, ദാനം ആദിയായവയിൽ ഏർപ്പെടുക എന്നിവയും അത്യാവശ്യമാണ്. വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതോ ദോഷശാന്തിക്കായി ഭജിക്കേണ്ടതോ ആയ ദേവതയെ ഭക്തിപൂർവം വ്രത ദിവസത്തിൽ ഉപാസിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.